നമസ്കാരം കുഞ്ഞുങ്ങളെ, സുഖമായിരിക്കുന്നോ? സന്തോഷമാണോ? കഴിഞ്ഞ ക്ലാസ്സിലെ നോട്ടെല്ലാം എഴുതിയെടുത്ത് പഠിച്ചോ? പുസ്തകം വായിച്ചോ? കോപ്പി ബുക്കിൽ ഭംഗിയായി എഴുതിയെന്ന് ടീച്ചർ വിശ്വസിക്കുന്നു. നിങ്ങൾ മിടുക്കരാ. കുഞ്ഞുങ്ങളെ, ഇന്ന് നമ്മൾ പഠിക്കുന്ന പാഠം 11-ാമത്തേതാണ്. ടീച്ചർ ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ അമ്മ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴും നിങ്ങളുടെ കൂടെ കളിക്കുകയും ചിരിക്കുകയും ചെയ്യുമ്പോഴും നിങ്ങൾ അമ്മയോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കാറില്ലേ? അതിന്റെ മറുപടി അമ്മ പറഞ്ഞു തരാറില്ലേ? ഇന്ന് നമ്മൾ പഠിക്കുന്ന പാഠത്തിലും കുട്ടിയും അമ്മയും തമ്മിലുള്ള സംഭാഷണമാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്ന പാഠത്തിൽ കുട്ടിയും അമ്മയും നടത്തുന്ന സംഭാഷണമാണ്. പാഠം 11, കുട്ടിയും അമ്മയും. സ്നേഹഗായകൻ എന്നറിയപ്പെടുന്ന മഹാകവി കുമാരനാശാന്റെ പുഷ്പവാടി എന്ന കവിതാ സമാഹാരത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് കുട്ടിയും അമ്മയും എന്ന കവിത. സ്നേഹഗായകനെന്ന് അറിയപ്പെടുന്ന മഹാകവി കുമാരനാശാന്റെ പുഷ്പവാടി എന്ന കവിതാ സമാഹാരത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് കുട്ടിയും അമ്മയും എന്ന കവിത. ഇനി നമുക്ക് കവിത പഠിക്കാം. കുഞ്ഞുങ്ങളെ, പൂവിന്റെ വള്ളിയിൽ നിന്നും പറന്നുയരുന്ന പല നിറത്തിലുള്ള പൂമ്പാറ്റകളെ കൗതുകത്തോട് നോക്കിക്കൊണ്ട് വള്ളിയിൽ നിന്നും പല നിറമുള്ള പൂക്കൾ പറന്നു പോകുന്നു എന്ന് പറയുന്ന കുട്ടിയും, നിനക്ക് തെറ്റി മകനെ, അത് പൂമ്പാറ്റകളാണെന്ന് പറയുന്ന അമ്മയുമാണ് കവിതയിലെ കുട്ടിയും അമ്മയും. കുഞ്ഞുങ്ങളെ, പൂവിന്റെ വള്ളിയിൽ നിന്നും പറന്നുയരുന്ന പല നിറത്തിലുള്ള പൂമ്പാറ്റകളെ കൗതുകത്തോടെ നോക്കിക്കൊണ്ട് വള്ളിയിൽ നിന്നും പല നിറത്തിലുള്ള പൂക്കൾ പറന്നു പോകുന്നു എന്ന് പറയുന്ന കുട്ടിയും, അല്ലയോ മകനെ, നിനക്ക് തെറ്റി, അത് പൂമ്പാറ്റകളാണെന്ന് പറയുന്ന അമ്മയുമാണ് കവിതയിലെ കുട്ടിയും അമ്മയും. പാഠം 11, കുട്ടിയും അമ്മയും. ഈ വല്ലിയിൽ നിന്നു ചെമ്മേ, പൂക്കൾ പോവുന്നിതാ പറന്നമ്മേ, തെറ്റി നിനക്കുണ്ണി ചെല്ലാം, നൽ പൂമ്പാറ്റകളല്ലേ ഇതെല്ലാം, മേൽക്കുമേലിങ്ങിവ പൊങ്ങി, വിണ്ണിൽ നോക്കമ്മേ എന്തൊരു ഭംഗി, അയ്യോ പോയി കൂടിക്കളിപ്പാൻ അമ്മേ, വയ്യേ എനിക്കു പറപ്പാൻ, ആകാത്തതിങ്ങനെ എണ്ണി ചുമ്മാ, മാഴ്കല്ല എന്നോമലുണ്ണി, പിച്ച നടന്നു കളിപ്പൂ, നീ ഈ പിച്ചകമുണ്ടോ നടപ്പൂ, അമ്മട്ടിലായതെന്തെന്നാൽ ഞാനൊരുമ്മ തരാം അമ്മ ചൊന്നാൽ, നാമിങ്ങറിയുവതൽപ്പം എല്ലാം ഓമനെ ദൈവസങ്കല്പം. കുമാരനാശാൻ. ടീച്ചർ ഒരിക്കൽ കൂടെ വായിക്കുകയാണ്, ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. ഈ വല്ലിയിൽ നിന്നു ചെമ്മേ, പൂക്കൾ പോവുന്നിതാ പറന്നമ്മേ, തെറ്റി നിനക്കുണ്ണി ചെല്ലാം, നൽ പൂമ്പാറ്റകളല്ലേ ഇതെല്ലാം, മേൽക്കുമേലിങ്ങിവ പൊങ്ങി, വിണ്ണിൽ നോക്കമ്മേ എന്തൊരു ഭംഗി, അയ്യോ പോയി കൂടിക്കളിപ്പാൻ അമ്മേ, വയ്യേ എനിക്കു പറപ്പാൻ, ആകാത്തതിങ്ങനെ എണ്ണി ചുമ്മാ, മാഴ്കല്ല എന്നോമലുണ്ണി, പിച്ച നടന്നു കളിപ്പൂ, നീ ഈ പിച്ചകമുണ്ടോ നടപ്പൂ, അമ്മട്ടിലായതെന്തെന്നാൽ ഞാനൊരുമ്മ തരാം അമ്മ ചൊന്നാൽ, നാമിങ്ങറിയുവതൽപ്പം എല്ലാം ഓമനെ ദൈവസങ്കല്പം. കുമാരനാശാൻ. ടീച്ചർ ഈ പാഠത്തിന്റെ ആദ്യ ഭാഗം വായിച്ച് ആശയം പറയുകയാണ്. ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. ഈ വല്ലിയിൽ നിന്നു ചെമ്മേ, പൂക്കൾ പോവുന്നിതാ പറന്നമ്മേ, തെറ്റി നിനക്കുണ്ണി ചെല്ലാം, നൽ പൂമ്പാറ്റകളല്ലേ ഇതെല്ലാം, മേൽക്കുമേലിങ്ങിവ പൊങ്ങി, വിണ്ണിൽ നോക്കമ്മേ എന്തൊരു ഭംഗി. ടീച്ചർ ഒരിക്കൽ കൂടെ വായിക്കുകയാണ്, ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. ഈ വല്ലിയിൽ നിന്നു ചെമ്മേ, പൂക്കൾ പോവുന്നിതാ പറന്നമ്മേ, തെറ്റി നിനക്കുണ്ണി ചെല്ലാം, നൽ പൂമ്പാറ്റകളല്ലേ ഇതെല്ലാം, മേൽക്കുമേലിങ്ങിവ പൊങ്ങി, വിണ്ണിൽ നോക്കമ്മേ എന്തൊരു ഭംഗി. സ്നേഹഗായകനായ കുമാരനാശാന്റെ പുഷ്പവാടി എന്ന കവിതാ സമാഹാരത്തിൽ നിന്നെടുത്തിട്ടുള്ള ബാലകവിതയാണ് കുട്ടിയും അമ്മയും. ടീച്ചർ നേരത്തെ പറഞ്ഞു, സ്നേഹഗായകനായ കുമാരനാശാന്റെ ബാലകവിതയായ പുഷ്പവാടിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് കുട്ടിയും അമ്മയും എന്ന കവിത. പൂവല്ലിയിൽ നിന്നും പറന്നുയരുന്ന
പല നിറത്തിലുള്ള പൂമ്പാറ്റകളെ കൗതുകത്തോട് നോക്കിക്കൊണ്ട് വള്ളിയിൽ നിന്നും പല നിറത്തിലുള്ള പൂക്കൾ പറന്നു പോകുന്നു എന്ന് കുട്ടി പറയുന്നു. പൂവിൻ്റെ വള്ളിയിൽ നിന്നും പറന്നുയരുന്ന പല നിറത്തിലുള്ള പൂമ്പാറ്റകളെ സന്തോഷത്തോടെ നോക്കിക്കൊണ്ട് നിന്നിട്ട് കുട്ടി പറയുകയാണ്, അമ്മേ, വള്ളിയിൽ നിന്നും പല നിറമുള്ള പൂക്കൾ പറന്നു പോകുന്നു. അമ്മ അതിന് മറുപടിയായി പറയുന്നു, അല്ലയോ ഉണ്ണി, നിനക്ക് തെറ്റിപ്പോയി. അമ്മ എന്താ പറഞ്ഞത്? അല്ലയോ ഉണ്ണി, നിനക്ക് തെറ്റിപ്പോയി. ഞാൻ പറഞ്ഞു തരാം, അത് പൂക്കളല്ല, അവയെല്ലാം പൂമ്പാറ്റകളാണ്. അമ്മ എന്താ കുഞ്ഞിന് പറഞ്ഞു കൊടുത്തത്? അല്ലയോ മകനെ, നിനക്ക് തെറ്റിപ്പോയി, അത് പൂക്കളല്ല, പൂമ്പാറ്റകളാണ്. നിങ്ങൾ വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അമ്മയോട് തെറ്റു പറയുമ്പോൾ അമ്മ പറയാറില്ലേ, അയ്യോ അത് തെറ്റാണ്, അങ്ങനെയല്ല, ഞാൻ പറഞ്ഞു തരാമെന്ന്? അതുപോലെ അമ്മയും പറഞ്ഞു. എന്തു പറഞ്ഞു അമ്മ? പൂവല്ലിയിൽ നിന്നും പറന്നുയരുന്ന പല നിറത്തിലുള്ള പൂമ്പാറ്റകളെ കണ്ടിട്ട് കുട്ടി പറയുന്നു അത് പൂക്കളാണെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു കൊടുത്തു, അല്ലയോ ഉണ്ണി, അത് പൂക്കളല്ല, പൂമ്പാറ്റകളാണെന്ന്. കുഞ്ഞു പറയുകയാണ്, അമ്മേ, ഇതൊക്കെ ആകാശത്തിലേക്ക് പൊങ്ങിപ്പോകുന്നത് എന്തൊരു ഭംഗിയാണ്. അമ്മേ, ഇതൊക്കെ ആകാശത്തിലേക്ക് പൊങ്ങിപ്പോകുന്നത് എന്തൊരു ഭംഗിയാണ്. ഭംഗി ചന്തം. അമ്മേ, ഈ പൂമ്പാറ്റകളെല്ലാം ആകാശത്തേക്ക് പറന്നു പോകുന്നത് കാണാൻ എന്തൊരു ഭംഗിയാണെന്ന് കുട്ടി പറയുന്നു. ഒരിക്കൽ കൂടെ ടീച്ചർ പറയട്ടെ. സ്നേഹഗായകനായ കുമാരനാശാന്റെ പുഷ്പവാടി എന്ന കവിതാ സമാഹാരത്തിൽ നിന്നും എടുത്തിട്ടുള്ള ബാലകവിതയാണ് കുട്ടിയും അമ്മയും. പൂവല്ലിയിൽ നിന്നും പറന്നുയരുന്ന പല നിറത്തിലുള്ള പൂമ്പാറ്റകളെ കൗതുകത്തോട് നോക്കിക്കൊണ്ട് വള്ളിയിൽ നിന്നും പല നിറമുള്ള പൂക്കൾ പറന്നു പോകുന്നു എന്ന് കുട്ടി പറയുന്നു. അമ്മ അതിനു മറുപടിയായിട്ട് പറയുന്നു, അല്ലയോ ഉണ്ണി, നിനക്ക് തെറ്റിപ്പോയി. അമ്മ നിനക്ക് പറഞ്ഞു തരാം, അത് പൂവല്ല, അവയെല്ലാം പൂമ്പാറ്റകളാണ്. കുട്ടി പറയുകയാണ്, അമ്മേ, ഇതൊക്കെ ആകാശത്തിലേക്ക് മുകളിലേക്ക് പറന്നു പോകുന്നത് കാണാൻ എന്തൊരു ഭംഗിയാണ്. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ടീച്ചർ ഈ ഭാഗത്തിന്റെ അർത്ഥം പിരിച്ചെഴുതുക, ചേർത്തെഴുതുക, ഉത്തരം എഴുതുക എന്നിവ പറയുകയാണ്. ടീച്ചർ ഈ ഭാഗത്തിന്റെ അർത്ഥം ചേർത്തെഴുതുക, ഉത്തരം എഴുതുക, പിരിച്ചെഴുതുക എന്നിവ പറയുകയാണ്. അർത്ഥം: വല്ലി, വള്ളി, വല്ലി, വള്ളി. ചെമ്മേ, ഭംഗിയോടെ, ചെമ്മേ, ഭംഗിയോടെ. നൽപൂമ്പാറ്റ, നല്ല പൂമ്പാറ്റ, നൽപൂമ്പാറ്റ, നല്ല പൂമ്പാറ്റ. വല്ലി, വള്ളി, ചെമ്മേ, ഭംഗിയോടെ, നൽപൂമ്പാറ്റ, നല്ല പൂമ്പാറ്റ. പിരിച്ചെഴുതുക. നിനക്കുണ്ണി, നിനക്ക് അധികം ഉണ്ണി, നിനക്കുണ്ണി, നിനക്ക് അധികം ഉണ്ണി, നിനക്കുണ്ണി, നിനക്ക് അധികം ഉണ്ണി. ചേർത്തെഴുതുക. പറന്ന് അധികം അമ്മേ, പറന്നമ്മേ. ചേർത്തെഴുതുക. പറന്ന് അധികം അമ്മേ, പറന്നമ്മേ, പറന്ന് അധികം അമ്മേ, പറന്നമ്മേ. വള്ളിയിൽ നിന്ന് പറക്കുന്നതെന്താണെന്നാണ് കുട്ടി പറയുന്നത്. വള്ളിയിൽ നിന്ന് പറക്കുന്നതെന്താണെന്നാണ് കുട്ടി പറയുന്നത്. വള്ളിയിൽ നിന്ന് പറക്കുന്നത് പൂക്കളെന്നാണ് കുട്ടി പറയുന്നത്. വള്ളിയിൽ നിന്ന് പറക്കുന്നത് പൂക്കളെന്നാണ് കുട്ടി പറയുന്നത്. വള്ളിയിൽ നിന്ന് പറക്കുന്നതെന്തെന്നാണ് കുട്ടി പറയുന്നത്. വള്ളിയിൽ നിന്ന് പറക്കുന്നത് പൂക്കളെന്നാണ് കുട്ടി പറയുന്നത്. ടീച്ചർ അടുത്ത ഭാഗം വായിച്ച് ആശയം പറയുകയാണ്. ശ്രദ്ധിച്ചു നോക്കണം. അയ്യോ, പോയി കൂടിക്കളിപ്പാൻ അമ്മേ, വയ്യേ എനിക്ക് പറപ്പാൻ. ആകാത്തതിങ്ങനെ എണ്ണി ചുമ്മാ മാഴ്കല്ല എന്നോമലുണ്ണി. പിച്ച നടന്നു കളിപ്പൂ, നീ ഈ പിച്ചകമുണ്ടോ നടപ്പൂ. അമ്മട്ടിലായതെന്തെന്നാൽ ഞാനൊരുമ്മ തരാം അമ്മ ചൊന്നാൽ. നാമിങ്ങറിയുവതൽപ്പം എല്ലാം ഓമനെ ദൈവസങ്കല്പം. കുമാരനാശാൻ.
ടീച്ചർ ഒരിക്കൽ കൂടെ വായിക്കുകയാണ്, ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. അയ്യോ, പോയി കൂടിക്കളിപ്പാൻ അമ്മേ, വയ്യേ എനിക്കു പറപ്പാൻ, ആകാത്തതിങ്ങനെ എണ്ണി ചുമ്മാ, മാഴ്കല്ല എന്നോമലുണ്ണി, പിച്ച നടന്നു കളിപ്പൂ, നീ ഈ പിച്ചകമുണ്ടോ നടപ്പൂ, അമ്മട്ടിലായതെന്തെന്നാൽ ഞാനൊരുമ്മ തരാം അമ്മ ചൊന്നാൽ, നാമിങ്ങറിയുവതൽപ്പം എല്ലാം ഓമനെ ദൈവസങ്കല്പം. കുമാരനാശാൻ. കുഞ്ഞുങ്ങളെ, കുട്ടി പറയുകയാണ്, അല്ലയോ അമ്മേ, എനിക്ക് ആ പൂമ്പാറ്റകളോട് പാറി പറന്ന് കളിക്കാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്, എനിക്ക് നല്ല ഇഷ്ടമാണ്. കുട്ടി എന്താണ് പറഞ്ഞത്? അല്ലയോ അമ്മേ, എനിക്ക് ആ പൂമ്പാറ്റകളോട് പാറി പറന്ന് കളിക്കാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് അമ്മേ, പക്ഷെ എനിക്ക് ചിറകുകളില്ല. എന്ത് കഷ്ടമാണെന്നോ, എനിക്ക് ചിറകില്ല. ചിറകുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ആ പൂമ്പാറ്റകളോട് പാറി പറന്ന് കളിക്കുമായിരുന്നു. അപ്പോൾ അമ്മ പറയുകയാണ്, ചെയ്യാൻ കഴിയാത്തതിനെ കുറിച്ച് ദുഃഖിക്കുകയല്ല വേണ്ടത്. മറ്റുള്ളവർക്കില്ലാത്ത ധാരാളം കഴിവ് നമുക്കുണ്ടെന്നമ്മ പറഞ്ഞു കൊടുക്കുകയാണ്. നമുക്ക് ഇല്ലാത്ത കഴിവുകളെ കുറിച്ച്, നമുക്കില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ദുഃഖിക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. അതിനു പകരം ഈശ്വരൻ നമുക്ക് ധാരാളം കഴിവുകൾ നമുക്ക് തന്നിട്ടുണ്ട്, അതിനെ ഓർത്ത് സന്തോഷിക്കണമെന്ന് അമ്മ കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. അമ്മ വീണ്ടും കുട്ടിയോട് പറയുന്നു, നീ ഈ പിച്ചകത്തിനെ നോക്കിക്കേ, അതിന് നടക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല, പക്ഷെ നിനക്ക് എന്ത് ചെയ്യാം, നടക്കാൻ കഴിയുന്നുണ്ട്. അമ്മ കുട്ടിയോട് ചോദിക്കുകയാണ്, ഈ പിച്ചകത്തിന് നടക്കാൻ കഴിയുന്നുണ്ടോ? ഈ പിച്ചക ചെടിക്ക് നടക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല, പക്ഷെ നിനക്ക് നടക്കാൻ കഴിയുന്നു. അപ്പോൾ കുഞ്ഞ് ചോദിക്കുകയാണ്, അമ്മേ, ഇങ്ങനെയൊക്കെ ആയത് എങ്ങനെയെന്ന് എൻ്റെ അമ്മ ഒന്ന് പറഞ്ഞു തന്നാൽ ഞാൻ അമ്മയ്ക്കൊരു ഉമ്മ തരാം. കുട്ടി എന്താണ് പറയുന്നത്? ഇങ്ങനെയെല്ലാം നടക്കുന്നത് എങ്ങനെയെന്ന് അമ്മ ഒന്ന് എനിക്ക് പറഞ്ഞു തന്നാൽ ഞാൻ അമ്മയ്ക്ക് ഉമ്മ തരാമെന്ന് കുട്ടി പറയുന്നു. ആ സമയത്ത് അമ്മ കുട്ടിയെ ഉപദേശിക്കുകയാണ്, മകനെ, ഭൂമിയിലെ ഇത്തരം കാര്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ നിശ്ചയമാണ്. ഈ ഭൂമിയിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ നിശ്ചയമാണെന്ന് അമ്മ കുട്ടിയെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. ബാലഭാവനയുടെ സഹജമായ കൗതുകമാണ് ഈ കവിതയിൽ നിറഞ്ഞു നിൽക്കുന്നത്. ടീച്ചർ ഈ ഭാഗത്തിന്റെ ആശയം ഒരിക്കൽ കൂടെ പറഞ്ഞു തരട്ടെ? കുഞ്ഞുങ്ങളെ, കുട്ടി പറയുകയാണ്, അല്ലയോ അമ്മേ, എനിക്ക് ആ പൂമ്പാറ്റകളോട് പാറി പറന്ന് കളിക്കാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് ചിറകുകളില്ല എന്ന് പറഞ്ഞിട്ട് അവൻ സങ്കടപ്പെടുന്നു. അപ്പോൾ അമ്മ പറയുകയാണ്, ചെയ്യാൻ കഴിയാത്തതിനെ കുറിച്ച് ദുഃഖിക്കുകയല്ല വേണ്ടത്. മറ്റുള്ളവർക്കില്ലാത്ത ധാരാളം കഴിവുകൾ നമുക്കുണ്ടെന്ന് അമ്മ കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. അമ്മ വീണ്ടും കുട്ടിയോട് പറയുകയാണ്, നീ പിച്ച നടന്ന് കളിക്കുന്നു, പക്ഷേ ഈ പിച്ചക ചെടിക്ക് നടക്കാൻ കഴിയുന്നില്ല. കുഞ്ഞു പറയുകയാണ്, അമ്മേ, ഇതെങ്ങനെയെന്ന് അമ്മ ഒന്ന് പറഞ്ഞു തരുമോ? അമ്മ ഇത് പറഞ്ഞു തന്നാൽ ഞാൻ അമ്മയ്ക്കൊരു ഉമ്മ തരാമെന്ന് പറയുന്നു. ആ സമയത്ത് അമ്മ പറയുകയാണ്, അല്ലയോ മകനെ, ഭൂമിയിലെ ഇത്തരം കാര്യങ്ങളെല്ലാം ദൈവനിശ്ചയമാണ്. ഇങ്ങനെ പറഞ്ഞ് അമ്മ കുഞ്ഞിനെ സമാധാനിക്കുന്നു. ബാലഭാവനയുടെ സഹജമായ കൗതുകമാണ് ഈ കവിതയിൽ കവി വരച്ചു കാട്ടുന്നത്. ടീച്ചർ ഈ ഭാഗത്തിന്റെ അർത്ഥം പിരിച്ചെഴുതുക, ചേർത്തെഴുതുക, ഉത്തരമെഴുതുക എന്നിവ പറയുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കുമല്ലോ. അർത്ഥം: ആകാത്തത്, ചെയ്യാൻ കഴിയാത്തത്. ആകാത്തത്, ചെയ്യാൻ കഴിയാത്തത്. മാഴ്കുക, ദുഃഖിക്കുക. മാഴ്കുക, ദുഃഖിക്കുക. പറപ്പാൻ, പറക്കുവാൻ. പറപ്പാൻ, പറക്കുവാൻ. പിരിച്ചെഴുതുക. നാമിങ്ങറിയുവത്. നാമിങ് അധികം അറിയുവത്. നാമിങ്ങറിയുവത്. നാമിങ് അധികം അറിയുവത്. നോക്കമ്മേ. നോക്ക് അധികം അമ്മേ.
പിരിച്ചെഴുതുക. നാമിങ് അറിയുവത്, നാമിങ് അധികം അറിയുവത്. നോക്കമ്മേ, നോക്ക് അധികം അമ്മേ. ചേർത്തെഴുതുക. പിച്ചകം അധികം ഉണ്ടോ, പിച്ചകമുണ്ടോ. പിച്ചകം അധികം ഉണ്ടോ, പിച്ചകമുണ്ടോ. തരാം അധികം അമ്മ, തരാമമ്മ. തരാം അധികം അമ്മ, തരാമമ്മ. പിച്ചകം അധികം ഉണ്ടോ, പിച്ചകമുണ്ടോ. തരാം അധികം അമ്മ, തരാമമ്മ. ഉത്തരമെഴുതുക. കുട്ടിക്ക് പൂമ്പാറ്റകളോടൊത്ത് കളിക്കാനാവുന്നില്ല. കാരണമെന്ത്? കുട്ടിക്ക് പൂമ്പാറ്റകളോടൊത്ത് കളിക്കാനാവുന്നില്ല. കാരണമെന്ത്? കുട്ടിക്ക് പറക്കാൻ കഴിയാത്തത് കൊണ്ട്. കുട്ടിക്ക് പറക്കാൻ കഴിയാത്തത് കൊണ്ട്. കുട്ടിക്ക് പൂമ്പാറ്റകളോടൊത്ത് കളിക്കാനാവുന്നില്ല. കാരണമെന്ത്? കുട്ടിക്ക് പറക്കാൻ കഴിയാത്തത് കൊണ്ട്. കുട്ടിയും പിച്ചകവും തമ്മിലുള്ള വ്യത്യാസമെന്ത്? കുട്ടിയും പിച്ചകവും തമ്മിലുള്ള വ്യത്യാസമെന്ത്? കുട്ടിക്ക് നടക്കാൻ കഴിയും, പിച്ചകത്തിന് നടക്കാൻ കഴിയില്ല. കുട്ടിക്ക് നടക്കാൻ കഴിയും, പിച്ചകത്തിന് നടക്കാൻ കഴിയില്ല. അടുത്ത ചോദ്യം. എല്ലാം നിയന്ത്രിക്കുന്നത് ആരാണെന്നാണ് അമ്മ പറയുന്നത്? എല്ലാം നിയന്ത്രിക്കുന്നത് ദൈവമെന്നാണ് അമ്മ പറയുന്നത്. എല്ലാം നിയന്ത്രിക്കുന്നത് ആരാണെന്നാണ് അമ്മ പറയുന്നത്? എല്ലാം നിയന്ത്രിക്കുന്നത് ദൈവമെന്നാണ് അമ്മ പറയുന്നത്. ഒരിക്കൽ കൂടെ, എല്ലാം നിയന്ത്രിക്കുന്നത് ആരാണെന്നാണ് അമ്മ പറയുന്നത്? എല്ലാം നിയന്ത്രിക്കുന്നത് ദൈവമെന്നാണ് അമ്മ പറയുന്നത്. കുഞ്ഞുങ്ങളെ, ഈ പാഠത്തിൽ നിന്നും നിങ്ങൾക്ക് എന്ത് ഗുണപാഠമാണ് ലഭിച്ചത്? ഈശ്വരൻ നമുക്ക് ധാരാളം കഴിവുകൾ നൽകിയിട്ടുണ്ട്. നമുക്ക് ചെയ്യാൻ കഴിയാത്തതിനെ കുറിച്ച് നമ്മൾ ദുഃഖിക്കുകയല്ല വേണ്ടത്. ഈശ്വരൻ നൽകിയ കഴിവുകളിൽ സന്തോഷിക്കണം. ഈശ്വരൻ നമുക്ക് ധാരാളം കഴിവുകൾ നൽകിയിട്ടുണ്ട്. നമുക്ക് ചെയ്യാൻ കഴിയാത്തതിനെ കുറിച്ച് ദുഃഖിക്കുകയല്ല വേണ്ടത്. ഈശ്വരൻ നൽകിയ കഴിവുകളിൽ സന്തോഷിക്കണം. ഒരിക്കൽ കൂടെ ടീച്ചർ പറയട്ടെ. ഈശ്വരൻ നമുക്ക് ധാരാളം കഴിവുകൾ നൽകിയിട്ടുണ്ട്. നമുക്ക് ചെയ്യാൻ കഴിയാത്തതിനെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കുകയല്ല വേണ്ടത്. ഈശ്വരൻ നൽകിയ കഴിവുകളിൽ നമ്മൾ സന്തോഷിക്കുകയാണ് വേണ്ടത്. കുഞ്ഞുങ്ങളെ, ടീച്ചർ ഈ കവിതയുടെ ആശയം ഒരിക്കൽ കൂടെ പറയുകയാണ്. ശ്രദ്ധിച്ചു കേൾക്കണം. മഹാകവി കുമാരനാശാന്റെ പുഷ്പവാടി എന്ന കവിതാ സമാഹാരത്തിൽ നിന്നും എടുത്തു ചേർത്തിട്ടുള്ള ബാലകവിതയാണ് കുട്ടിയും അമ്മയും. പൂവല്ലിയിൽ നിന്നും പറന്നുയരുന്ന പല നിറത്തിലുള്ള പൂമ്പാറ്റകളെ കൗതുകത്തോടെ നോക്കിക്കൊണ്ട് വള്ളിയിൽ നിന്നും പല നിറമുള്ള പൂക്കൾ പറന്നു പോകുന്നു എന്ന് പറയുന്ന കുട്ടിയും നിനക്ക് തെറ്റിയെന്നും അത് പൂമ്പാറ്റകളാണെന്ന് പറയുന്ന അമ്മയുമാണ് കവിതയിലെ കുട്ടിയും അമ്മയും. ആ പൂമ്പാറ്റകളുടെ കൂടെ പാറിപ്പറന്ന് കളിക്കാൻ ചിറകുകൾ ഇല്ലല്ലോ എന്ന് കുട്ടി സങ്കടപ്പെടുന്നു. ചെയ്യാൻ കഴിയാത്തതിനെ കുറിച്ച് ദുഃഖിക്കുകയല്ല വേണ്ടതെന്നും മറ്റുള്ളവർക്കില്ലാത്ത കഴിവുകൾ നമുക്കുണ്ടെന്നും അമ്മ കുഞ്ഞിനെ ധരിപ്പിക്കുന്നു. കുട്ടിക്ക് പിച്ച നടന്ന് കളിക്കാൻ കഴിയുന്നുണ്ട്, എന്നാൽ പിച്ചകത്തിന് അതിന് കഴിയുകയില്ലല്ലോ എന്നമ്മ പറയുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് അമ്മ പറഞ്ഞു തന്നാൽ അമ്മയ്ക്ക് ഞാനൊരു ഉമ്മ കൊടുക്കാമെന്ന് കുട്ടി പറയുന്നു. അപ്പോഴമ്മ പറയുകയാണ്, എൻ്റെ മകനെ, ഭൂമിയിലെ ഇത്തരം കാര്യങ്ങളെല്ലാം ദൈവനിശ്ചയമാണ്. ബാലഭാവനയുടെ സഹജമായ കൗതുകമാണ് ഈ കവിതയിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇന്ന് പഠിപ്പിച്ച പാഠം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ടീച്ചർ പ്രതീക്ഷിക്കുന്നു. ടീച്ചർ ക്ലാസ് അവസാനിപ്പിക്കാൻ പോവുകയാണ്. ടീച്ചർ നോട്ട് അയച്ചു തരും. ഭംഗിയായി എഴുതി വെച്ച് നോട്ട് എഴുതിയെടുക്കുക. കോപ്പി ടെസ്റ്റിൽ ഒരു പേജ് കോപ്പി ഭംഗിയായി എഴുതുക. വീട്ടിൽ തന്നെ ഇരിക്കുക, സുരക്ഷിതരായിരിക്കുക. നന്ദി.